ഹലോ. എൻ്റെ ഒരു കൂട്ടുകാരിയുണ്ട്. ആൾ ഭയങ്കരമായിട്ട് നല്ലോണമായിട്ട് സഫർ ചെയ്ത് ജീവിക്കുന്നതാണ്. ഒരു പേഴ്സണൽ ഡീറ്റെയിൽസിലേക്കൊന്നും ഡാറ്റയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല, ഞാനും ചോദിച്ചിട്ടില്ല. പക്ഷേ നമ്മൾ തുറന്ന് സംസാരിക്കാറുണ്ട്, എൻ്റെ കാര്യങ്ങളും പറയാറുണ്ട്. അങ്ങനെ ഒരുപാട് ഓൾ കേരള ഇഷ്ടംപോലെ ലേഡീസ് ഫാമിലി ആയിട്ട് ജീവിക്കുന്നവരും അല്ലാത്തവരൊക്കെ ആയിട്ട് നല്ല ബന്ധങ്ങളും ഉണ്ട്. അതുതന്നെ യൂട്യൂബിൽ നിന്നുള്ള ആകെ വരുമാനം. അപ്പോൾ പിന്നെ സാധാരണക്കാർക്ക് കാണാൻ താല്പര്യമുള്ളതും കേൾക്കാൻ താല്പര്യമുള്ളതും കാണാൻ താല്പര്യമുള്ളത് ആയ വിഷയങ്ങൾ ഇട്ടാൽ മാത്രമേ പിന്നെ ഗതികെട്ട മലയാളീസ് അത് ആക്സെപ്റ്റ് ചെയ്യൂ. പക്ഷേ ഇത്ര ദരിദ്രവാസികൾ, ഈ മലയാളി എവിടെ പോയാലും മലത്തിൻ്റെ സ്വഭാവമാണ്. മല ആണെന്നോ മറ്റേ കേട്ടിട്ടുണ്ട്. അതേപോലെ പിന്നെ അവർ പിന്നെ സാധാരണ പോലെ അധ്വാനിച്ച് ജീവിക്കുന്ന കുട്ടികളെ പഠിപ്പിക്കുന്ന അവരെ കാര്യം നോക്കുന്ന, പിന്നെ അവരെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചിലപ്പോൾ അവർ യൂസ് ചെയ്യുന്നത് ഫോണായിരിക്കാം, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ആയിരിക്കാം, അല്ലെങ്കിൽ വ്യക്തികളായിട്ട് നേരിട്ട് കണ്ടിട്ടായിരിക്കാം അവരെ ഡീലിങ്സ്. അത് ഒരാളെ തൊഴിലിനെ ബേസ് ചെയ്തിരിക്കും. അപ്പം അവർക്ക് ഇന്നലെ രാത്രി വന്നൊരു കോള് ഞാൻ കേൾപ്പിക്കാം, എന്നിട്ട് എനിക്ക് വന്ന ലേശം മെസ്സേജസും കേൾപ്പിക്കാം. എത്ര ഡീസൻ്റാണ്, എന്ത് കുടുംബമുണ്ട്, ഞാൻ സർക്കാർ ജീവനക്കാരനാണ്, ഞാൻ റിയൽ എസ്റ്റേറ്റുകാരനാണ്, ഞാൻ മറ്റവനാണ്, എനിക്ക് കുടുംബമുണ്ട്, ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് സ്ഥിരമായിട്ട് ഐ ലവ് യു പിന്നെ കുറേ പ്രണയഗാനങ്ങൾ അയച്ചു തരുന്ന ഒരാളുണ്ട്, ഇവിടെ ഞങ്ങൾ അടുത്ത് തന്നെ എന്നാണ് പറഞ്ഞത്. അയാളെ ഫോട്ടോ അടക്കം എനിക്ക് അയച്ചു തന്നു. അവനെ കണ്ടിട്ട് ഞാൻ അതിൽ പിന്നെ വിജൃംഭിതയായെങ്കിലോ അങ്ങനെ തന്നെയല്ലേ അതിൽ പറയല് എന്ന് വെച്ചിട്ട്. അപ്പോൾ ആദ്യം ഞാൻ എൻ്റെ ഫ്രണ്ടിന് വന്ന രാത്രി 10 മണിക്ക് ശേഷമാണ് അവന് ഫോൺ വിളിക്കാൻ മുട്ടിയത്. അപ്പോഴായിരിക്കും അവൻ്റെ ഭാര്യ ഉറങ്ങിയത് കേട്ടോ. ഓഹോ ഓ അപ്പൊ എന്താ ഓഹോ ഓ അപ്പൊ എന്താ കാര്യം? സൈറ്റാ? അല്ല, നമുക്കിവിടെ ഇല്ലല്ലോ വിൽക്കാനും. ഇവിടെ നേരത്തെ ഉണ്ടായിരുന്നു, അത് വിറ്റുപോയി. ഓ, നിങ്ങൾ അന്നാ വന്ന ആളാണോ ഇവരുടെ സൈറ്റ് മേടിക്കാൻ വേണ്ടിട്ട്? ഓഹോ, നിങ്ങളല്ലേ ഇന്നലെ മിനിയാന്നിട്ട് രാത്രിയിൽ വിളിച്ച കക്ഷി? അല്ല, 10 മണി രാത്രിക്കാണോ വിളിക്കണേ നിങ്ങള്? സൈറ്റ് ഉണ്ടോന്ന് അറിയാൻ? ബാംഗ്ലൂരാന്നോർത്ത് രാത്രി 10 മണിക്കാണോ സമയം കിട്ടിയേക്കണേ? സൈറ്റ് ഉണ്ടോന്ന് ചോദിച്ചു വിളിക്കണേ. ബാംഗ്ലൂരാണെങ്കിൽ എന്തോ ആകാന്ന് വിചാരിച്ചിട്ടാ? Come to the point. Then why are you calling me again and again? ഈ 9 മണിക്ക് പിന്നെ വിളിച്ച എന്തിനാ? രാവിലെ എന്തിനാ വിളിക്കണേ? രാത്രിയിൽ വിളിച്ചപ്പോ ഞാൻ കറക്റ്റ് ആയിട്ട് കാര്യം പറഞ്ഞല്ലോ, നിങ്ങളൊരു ഞരമ്പ് രോഗിയാണെന്നും നിങ്ങളുടെ ഇപ്പൊ പറ്റിയ ആളല്ല ഞാനെന്നും പറഞ്ഞു. Then why are you calling again and again? വീണ്ടും വിളിക്കണേ. കം ടു ദ പോയിന്റ്. കം ടു ദ പോയിന്റിൽ വാ. നിങ്ങൾ പിന്നെ എന്തിനാ വിളിക്കണേ? നിങ്ങൾക്ക് മനസ്സിലായല്ലോ നിങ്ങൾക്ക് പറ്റിയ ആളല്ല, റോങ് പേഴ്സണെയാണ് നിങ്ങൾ വിളിച്ചേക്കണേ. നിങ്ങൾ സെക്കൻഡ് കോളിൽ പറഞ്ഞു, സോറിയും പറഞ്ഞു. പിന്നെ നിങ്ങൾ ഈ നമ്പറിലേക്ക് വിളിക്കേണ്ട ആവശ്യം എന്താ മിസ്റ്റർ? Why? If I am not interested to talk with you, I don't want to do the business with you, then why are you calling? എന്താ ഇംഗ്ലീഷ് പറഞ്ഞ് നമ്മളെ പഠിപ്പിക്കാന്ന് വിചാരിക്കാ? എടോ, എനിക്ക് താനുമായിട്ട് ഒരു എടോ മനുഷ്യ, എനിക്ക് താനുമായിട്ട് ഒരു ബിസിനസ് വേണ്ട, തന്നെ ഒരു ബിസിനസ്സും ഇല്ല. രാത്രി 10 മണിക്ക് ശേഷം വിളിച്ച് മക്കളൊക്കെ ആയിട്ട് ജീവിക്കുന്ന സ്ത്രീകളെ വിളിച്ചിട്ട് അവൻ 2 ഇംഗ്ലീഷ് പറയുന്നത്. ഈ ഇംഗ്ലീഷ് പറഞ്ഞ ഭയങ്കരമായോ? ഞാൻ കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിലുണ്ടാകുമ്പോൾ അവിടെ ഓരോ ലേഡിയെല്ലാം ഉണ്ട്, പുട്ടിയടിച്ച് പിന്നെ പിന്നെ ഈ കുറേ പിന്നെ ബ്രാൻഡഡ് ഡ്രസ്സും ഇട്ട് പുട്ടിയടിച്ചിട്ട് നമ്മളെ കാണുമ്പോൾ അവർ ഇംഗ്ലീഷ് പറയും. ഈ പുച്ഛ ജന്തുക്കളോട് പുച്ഛം തോന്നുന്നു. പിന്നെ ഒരു സ്ത്രീനെ വിളിച്ചിട്ട് പിന്നെ വാട്ട് ഹാപ്പൻഡ്, പിന്നെ അല്ലെങ്കിൽ
വാട്ട് ആർ യു ഡൂയിങ്. നമ്മൾ 4ാം ക്ലാസ് പഠിച്ച 2 ഇംഗ്ലീഷൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾ പേടിച്ചിട്ട് ഓടുമോ? ഇത് ഒരു ഞരവിന് അവന് നല്ല തകരാറാണ്. ഇവനോടെല്ലാം വിളിച്ചിട്ട് നിൻ്റെ അമ്മ വീട്ടിലുണ്ടോ, ഭാര്യ വീട്ടിലുണ്ടോ, ഞാനങ്ങ് വന്നോട്ടെ എന്ന് ചോദിച്ചാൽ ഇവൻ്റെ സർവ്വതും അസ്തമിക്കും. പിന്നെ എല്ലാവർക്കും പഠിച്ച ജോലി കിട്ടൂല. ഞാനീ പറഞ്ഞ ലേഡി നല്ല വിദ്യാഭ്യാസമുള്ളതാണ്. അവർ ടീച്ചിങ് പ്രൊഫഷൻ ഉണ്ടായതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ തിരക്ക് അങ്ങനെയുള്ള കാര്യം വന്നപ്പോൾ അവർ ബിസിനസ്സിലേക്ക് മാറിയ ഒരു സ്ത്രീയാണ്. അപ്പം അവർ ജോലി ചെയ്യുന്നത്, അതാണ് ഞാൻ നേരത്തെയും പറഞ്ഞത്, നമുക്ക് പബ്ലിക്കായിട്ട് ഇടപെടേണ്ട ജോലി ഉണ്ടാവും എന്ന് വെച്ചിട്ട് ആ സ്ത്രീകളെല്ലാം ആണോ? ഈ വിളിക്കുന്നവന്മാരോട് അതല്ലാതെ പിന്നെ എന്താ ചോദിക്കാനുള്ളത്? ഇവർക്കെല്ലാം എന്താ തകരാറ്? ഇവരതെല്ലാം ഇവരെല്ലാം എവിടെ കൊണ്ടാക്കണം എന്നറിയോ? അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നാറ്റ കേസാണ്. ഇനി അടുത്തൊരുത്തൻ്റെത് കാണിച്ചു തരാം. ഇവനെ സ്ഥിരമായിട്ട് എൻ്റെ പേരും ഫോട്ടോ ഒക്കെ എൻ്റെ ഫോണിലുണ്ട്. പിന്നെ പാട്ട് കേൾപ്പിച്ച കോപ്പിറൈറ്റ് വരും. ഇവൻ്റെ ദിവസവും പ്രണയഗാനങ്ങൾ അയക്കും. എല്ലാ ദിവസവും രാവിലെ ഗുഡ് മോർണിംഗ് അയക്കും. അപ്പം എന്നിട്ട് ഇവനെല്ലാം ഡിലീറ്റ് ചെയ്തു. അതിന് മുന്നേ ഞാനെല്ലാം സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇവൻ ഇങ്ങനെ അയച്ച് ഞാൻ സഹി കേട്ടിട്ട് നീ എവിടെയാണ് എന്താണെന്നല്ല ഒരു ദിവസം ചോദിച്ചു. പിന്നെ ഞാനൊരു സ്ഥിരം അടവെടുക്കാറുണ്ട്. ആ അടവെടുത്തപ്പോൾ ഇവൻ അങ്ങ് പോയി, സ്കിപ്പ് ചെയ്തു. അപ്പം ഞാൻ ചോദിച്ചു, നീ എന്താടാ ഉദ്ദേശിച്ചതെന്ന് ചോദിക്കുമ്പം അവൻ എന്താടീന്ന് ഇങ്ങോട്ട് ചോദിച്ചു. അന്നേരം ഞാൻ ചോദിച്ചു, നിൻ്റെ വീട്ടിലേക്ക് വരാൻ 50 രൂപേൻ്റെ ദൂരമല്ലേ ഉള്ളൂ, ഇനി പോട്ടെ. നീ ഇന്ത്യയിലാണല്ലോ, അതായത് നീ വിദേശത്താണോ? അല്ലാതെയൊന്നും വേറെ ഒന്നുമില്ലല്ലോ. നമുക്ക് ട്രെയിനും പ്ലെയിനും മറ്റ് സൗകര്യങ്ങളെല്ലാം ഇല്ലേ. എഴുത്തും വായനയില്ല ഒരു സ്ത്രീക്ക് നിന്നെ തേടി വരാൻ വലിയ പ്രശ്നമൊന്നുമില്ല. അറിഞ്ഞെടുത്തോളം 50 രൂപ ഓട്ടോൻ്റെ ദൂരം. അത് പറഞ്ഞതിന് ശേഷം അവൻ്റെ മെസ്സേജ് നിന്നു, പിന്നെ ഗുഡ് മോർണിംഗ് നിന്നു. എപ്പോഴും 2 ലവിൻ്റെ ചിഹ്നം. അയ്യോ, അതവൻ നാണും മാനും ഉളുപ്പും വേണ്ടേ. സ്വന്തം വീട്ടിലെ ഭാര്യനെയും ഫാമിലീനെയും വെച്ചിട്ട് നാട്ടിലുള്ള പെണ്ണുങ്ങൾക്ക് ഞാനൊരു ഗുഡ് മോർണിംഗ് തിരിച്ചയച്ചിട്ടുണ്ടെങ്കിൽ അവ പറയുന്ന പണി ഞാൻ എടുക്കും. ഞാൻ ആ ചെറ്റക്കൊരു ഗുഡ് മോർണിംഗ് തിരിച്ചയച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ആ ചെറ്റക്ക് ഗുഡ് മോർണിംഗ് തിരിച്ചയച്ചിട്ടില്ല. എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. എനിക്ക് ഗുഡ് മോർണിംഗ് അയക്കാൻ തോന്നുക ഞാൻ ഗുഡ് മോർണിംഗ് എന്ന് അയക്കൂല. എനിക്ക് സംസാരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ നേരിട്ട് വിളിച്ചിട്ട് തന്നെ സംസാരിക്കും. ഞാൻ കുറേ കാലം ഗുഡ് മോർണിംഗ് അയച്ച് 2 ലവിൻ്റെ ചിഹ്നവും നമ്മളെ വയലാറിൻ്റെ പ്രേമഗാനം ഒന്നും ഇട്ടിട്ട് ആരെയും പാട്ടിലാക്കാൻ നടക്കുന്നൊന്നുമില്ല. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അയാളെ ഫോട്ടോ ഉണ്ട് എൻ്റെ അടുത്ത്, അയാൾ അയച്ച മെസ്സേജസ് എല്ലാം ഉണ്ട്. ശരിക്കും ഇവരെല്ലാം ഏതോ ഭയങ്കര ക്രിമിനൽസാണ്. ഇതെന്തിനിങ്ങനെ പറയുന്നത് വെച്ചാൽ, ഇവരിപ്പം ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവന്മാർ പോയിട്ട് തൂങ്ങുമോ, ഇവന്മാർ പോയിട്ട് നാട് വീടുമൊക്കെ ചെയ്താൽ കുടുംബം അനാഥമായിപ്പോവും. നമ്മളെ ഭാഗത്ത് തെറ്റൊന്നുമില്ലല്ലോ. നമ്മളെ ഫോണിലേക്ക് ഇങ്ങോട്ട് അയച്ചത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാത്തത് അവരെ കുടുംബത്തിനെ മാത്രം വിചാരിച്ചിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാത്ത, അല്ലെങ്കിൽ ഭയപ്പെട്ടിട്ടല്ല. ഇനി അടുത്തത് ഒരു പോലീസുകാരനാണേ. ആ പോലീസുകാരൻ ഒരു യാത്രയിലാണെന്ന് എനിക്ക് കൂടിയുള്ള സൗണ്ടെന്ന് മനസ്സിലായിട്ടുണ്ട്. അതായത് അയാൾ വോയിസ് ഇടുന്നു, ആ വോയിസിൽ മറ്റാൾക്കാരുടെ ശബ്ദം കേൾക്കുന്നു. അപ്പം മറ്റാൾക്കാരുടെ മുന്നിൽ നിന്ന് നമ്മളോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ആ ആൾക്കാരെന്നാ വിചാരിക്കുക, ഇവന് ഇതുമാതിരി അയച്ചു കൊടുക്കാനുള്ള ഏത് കക്ഷിയാണ് ഉള്ളത്, ആരാടത്, അവരെ നമ്പർ കൊണ്ടാന്നല്ലേ മറ്റുള്ള ആൾക്കാരും കൂടി വിചാരിക്കും. അപ്പോൾ മറ്റുള്ള ആളെ കൂടെ യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒറ്റക്കായാലും മറ്റൊരാൾക്ക് വെറുതെ വോയിസ് അയക്കാനോ കാണാനോ അല്ലെങ്കിൽ ഒന്നിനും നിൽക്കേണ്ട ആവശ്യമില്ല. അപ്പം അയാളെ കൂടിയില്ല മറ്റേ ആൾക്കാരും കൂടി എന്നാ വിചാരിക്കുക. പിന്നെ വേണമെങ്കിൽ അവരോട് പറഞ്ഞിട്ടുണ്ടാവും, ഇതാണ് നമ്പർ, ഇതാണ് ആൾ, അടിച്ചു നോക്കടാ, നീ ഒന്ന് കോൾ ചെയ്ത് നോക്ക്, ഡയൽ ചെയ്ത് നോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഞാൻ ആ വാചകങ്ങളും വായിക്കുക, അതും ഞാൻ ഐഡൻറ്റിഫൈ ചെയ്യുന്നില്ല. തിരിച്ചെടുത്തോ ജോലിക്ക്? അപ്പം ഞാൻ എടുത്തു എന്ന് പറയുന്നുണ്ട്. പിന്നെ ഞാൻ പറയുന്നുണ്ട്, ഇയാളെ മുന്നേ പരിചയമില്ലാത്ത ആളല്ല.
മറ്റേ രാവിലെ ഗുഡ് മോർണിംഗ് അയച്ചത് പരിചയമില്ലാത്ത ആളാണ്. ഇയാളെ പരിചയമുണ്ട്. പിന്നെ പോകാൻ പറ്റാത്ത അത്രയും ദൂരമാണ്, ലീവാണെന്ന് പറഞ്ഞപ്പോൾ അത്രയും ലീവ് ഉണ്ടോ? അതിനൊക്കെ ഞാൻ കൃത്യമായിട്ട് എല്ലാ ആൻസറും ഒക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്. കൃത്യമായിട്ട് തന്നെ കൊടുക്കുന്നുണ്ട്. ആ പിന്നീട് അയാൾ എന്താ പറയുന്നതെന്നറിയോ? ഞാൻ അങ്ങോട്ട് ചോദിക്കാം, നിനക്ക് അത്ര പരിചയം എന്ന് പറഞ്ഞാൽ കണ്ടിട്ട് അങ്ങനെയല്ലോ, അല്ലാതെ എനിക്കറിയില്ല, റിട്ടയർഡ് ആയോ എന്ന് ഞാൻ ചോദിച്ചു. അന്നേരം അയാൾ പിന്നെ അയ്യോ ആയില്ല, അയാളൊരു വർഷം പറഞ്ഞു. ഓക്കെ. അപ്പോൾ ഇയാൾ എന്നോട് തിരിച്ച് പറഞ്ഞത് കേട്ടോ, കോഴിക്കോട് റൂം എടുക്ക്, അവിടെ താമസിക്കാൻ കോഴിക്കോട് റൂം എടുക്കുക, അവിടെ താമസിക്കാൻ, അതാ നല്ലത്. എന്നാൽ എനിക്ക് കോഴിക്കോട് എന്തെങ്കിലും ആവശ്യം പറഞ്ഞ് വരാമല്ലോ, വന്നാൽ അവിടെ താമസിക്കാമല്ലോ. അപ്പം ഞാൻ വേണ്ട, ഉടനെ എന്താ വോയിസാണേ, ഭയങ്കര വോയിസാണ്. അത് വോയിസ് ആയതുകൊണ്ട് ഞാൻ പുറത്ത് വിടുന്നില്ല, കേട്ടിട്ട് ശബ്ദം വെരിഫൈ ചെയ്യേണ്ട വെച്ചിട്ടാണ്. അപ്പം ഞാൻ താല്പര്യമില്ല. അതെന്താ അങ്ങനെ? പിന്നെ ഒരു രസമല്ലേ. അപ്പം ഞാൻ അത്ര രസം വേണ്ട, കുറേ ക്വസ്റ്റ്യൻ മാർക്കൊക്കെ ഉണ്ട്. പെട്ടെന്ന് എല്ലാം ഡിലീറ്റ് ചെയ്തു. അപ്പം ഞാൻ ചോദിച്ചു, പറഞ്ഞാൽ ഉറച്ച് നിൽക്കണം, എന്താ ഡിലീറ്റ് ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഡിലീറ്റ് ചെയ്തത്. നേരം പോക്ക് പറഞ്ഞതാണ്. ഉടനെ തിരുത്തി. പിന്നെ ഈ ഡിലീറ്റ് ചെയ്തതെല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അല്ല ഓഫാക്കി. ഇപ്പൊ വെള്ളം നിറച്ചതാന്ന് ഇപ്പൊ ഓഫാക്കിയേ. ആ നേരം പോക്ക് പറഞ്ഞതാണ്. വെറുതെ കുറച്ച് കത്തി അടിച്ചപ്പോൾ സമയം പോയല്ലോ. ഞാൻ ചോദിക്കുന്നത്, ഈ നാട്ടിലില്ലേ ഞരവിന് തകരാറ്, ഞരമ്പ് രോഗികൾക്ക് നേരം പോക്കിനുള്ളതാണോ ഞാൻ എൻ്റെ 2 ഫ്രണ്ട്സിന് ഇത് അയച്ചു കൊടുത്തു, ഫുള്ള് വോയിസും എല്ലാ ഡാറ്റ അയച്ചു കൊടുത്തു, ഡീറ്റെയിൽസ്. അപ്പം എന്നോട് പറയാം, അത് കൊണ്ടുപോയിട്ട് കംപ്ലൈൻറ്റ് കൊടുക്കുന്നു. കോഴിക്കോട് റൂം എടുത്തോ, അവിടെ ഞാൻ വരാം താമസിക്കാമെന്നാണ് പറഞ്ഞത്. താമസിക്കാനല്ല, അതായത് റൂം എടുത്തോ, നമുക്ക് രണ്ടാക്കും പോയിട്ട് റൂം എടുക്കാം എന്നാണ് അതിൻ്റെ ഉദ്ദേശം. ഈ മലയാളീസ് ചെന്നൈയിൽ പോയാലും ബാംഗ്ലൂർ പോയാലും ഗൾഫിൽ പോയാലും ഈ നാറികൾ തന്നെ. അതിന് സർക്കാർ ഉദ്യോഗസ്ഥനായിക്കോട്ടെ, ഈ കളവീൻ്റെ എല്ലാം പിറകെ വരാൻ എന്താവശ്യം? ഒരുത്തൻ ഫോട്ടോ അയച്ചെന്നത് നല്ലൊരു സുന്ദരൻ, അവൻ്റെ സൗന്ദര്യമെല്ലാം കാണുമ്പോൾ അറപ്പ് തോന്നും. അവൻ വലിയ സുന്ദരനാന്ന് അറിയിക്കാനാണ് ഫോട്ടോ അയച്ചു തരും. ഒരു ഉളുപ്പുണ്ടെങ്കിൽ അവൻ്റെ വീട്ടിലേക്ക് ആ ഫോട്ടോ കൊണ്ട് പോവല്ലേ വേണ്ടത് ശരിക്കും? നിങ്ങൾ പറ. ആ ഫോട്ടോ അയച്ച് തന്നെ എൻ്റെ വാട്സപ്പിൽ ഞാൻ അങ്ങോട്ടൊരു മെസ്സേജും അയച്ചിട്ടില്ല, ഞാനൊരു ഹായ് പോലും അയച്ചിട്ടില്ല. അപ്പോൾ ഞാൻ ആ ഫോട്ടോ എടുത്ത് എൻ്റെ ഫോണിൽ സേവ് ചെയ്ത് വെച്ച മുഴുവൻ സംഭവങ്ങളും എടുത്ത് പോവല്ലേ വേണ്ടത് എൻ്റെ വീട്ടിൽ? ഇവന്മാർക്ക് എന്താ ഇത്ര ചൊറിച്ചൽ? ഈ എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ളൊരുത്തൻ, അവൻ്റെ കയ്യിൽ കുറച്ച് പണവും സ്വർണ്ണവും ഉണ്ടെന്ന് ഞാനായിട്ട് സംസാരിക്കുന്ന ഒരാളോട് പറഞ്ഞയച്ചു. അത് കേൾക്കുമ്പോൾ ഓടിപ്പോവും അത് വാങ്ങാമെന്ന് വെച്ചിട്ട്. അവൻ്റെ ചിട്ടിയും മക്കളെ ചിട്ടിയും നാട്ടുകാരെ ചിട്ടിയും എല്ലാം വിളിച്ച് ഫ്രണ്ട്സിനെ കൂട്ടി വെള്ളടിക്കുന്ന തെണ്ടിയാണ് അവശകാമുകൻ. അപ്പോൾ ഈ അവശകാമുകൻ ഞാൻ സംസാരിക്കുന്ന ഒരാളോട് പോയിട്ട് പറഞ്ഞു, എൻ്റെ കയ്യിൽ ഇന്ന സാധനങ്ങളുണ്ടെന്ന്. അപ്പം ഈ ശരിക്കും ഞാൻ പറയാന്ന് വെച്ചാൽ ഇതിൽ അരിഞ്ഞ് കളയണം ഇവന്മാരോട്.
ഈ മെസ്സേജ് അയച്ച രണ്ടെണ്ണത്തിൻ്റെയും ആ സ്ത്രീനെ 10 മണിക്ക് വിളിച്ച് ശേഷം 10 മണിക്ക് ശേഷമോ 10 മണിക്ക് മുന്നോ വിളിക്കണ്ട, അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ല ടോക്കിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും പിന്നെയും വിളിച്ച് ഉപദ്രവിക്കുന്നത് നേരിട്ട് വിളിച്ച് വരുത്തി അരിയണം. പിന്നെ ഒരു ജന്മത്തിൽ ഇവനിത് പൊങ്ങരുത്, ജന്മത്തിൽ പൊങ്ങരുത്. തെണ്ടുകൾ തെണ്ടുകൾ എന്താവശ്യത്തിന് എന്താവശ്യത്തിന് അവരേടിയോ അന്യനാട്ടിൽ പോയിട്ട് അധ്വാനിച്ച് ജീവിക്കുന്നു. എനിക്ക് നന്നായിട്ട് അറിയാം. മക്കളെ നോക്കലാണ് ലക്ഷ്യം, മക്കളെ നോക്കാൻ വേണ്ടി ജീവിക്കുന്നതാണ്. അതിപ്പോൾ എല്ലാവരും നമുക്ക് പറ്റിയ അബദ്ധം നമ്മൾ തിരുത്തും. എല്ലാവരും കഴുത്ത് പിടിച്ച് ഞെക്കി കൊല്ലാനും ജനലിലെ പുറത്തേക്കിടാനും പുഴയിലെറിയാനും കരിങ്കല്ലിനടിച്ച് കൊല്ലാനും കാമുകൻ്റെ ഒപ്പം പോകാനും നിൽക്കൂല. ത്യാഗം സഹിച്ച് നോക്കും. അപ്പം ഒറ്റയ്ക്ക് ജീവിക്കുന്നവരും അല്ലെങ്കിൽ ഭംഗിയായി ഡ്രസ്സ് ചെയ്ത് നടക്കുന്നവരും സ്വന്തം അധ്വാനിച്ച് ജീവിക്കുന്നവരും തൻ്റെ ഇടത്തോടെ പ്രതികരിക്കുന്നവർക്കും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്കും മനുഷ്യരൂപം തന്നവരെല്ലാം പോയിട്ട് ഇതിനാരാ അനുവാദം കൊടുത്തത് ചൊറിയാൻ? ഇവന്മാരെ എങ്ങനെ കൈകാര്യം ചെയ്യണം? ഈ വീഡിയോ കാണുന്ന ആൾക്കാർ പറയാം, ഇത്രയും സോഷ്യൽ മീഡിയയും ഇത്രയും ഫെസിലിറ്റീസും ആരെന്തയച്ചാലും അതെടുക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. ഇപ്പോൾ ഇതാ ഈ ഭരണം മാറിയതിന് ശേഷം പോലീസുകാരെല്ലാം കുറച്ച് ആക്റ്റീവായിട്ടും കാണുന്നുണ്ട്. അല്ലെങ്കിൽ അങ്ങനെയുള്ള സീനൊന്നും നമ്മൾ കുറേ കാലമായിട്ട് കണ്ടിട്ടില്ല, സിനിമയിലൊക്കെ കണ്ടിട്ടില്ല. ഇപ്പോൾ കേരളത്തിൽ കുറച്ച് പോലീസുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നതും ഗുണ്ടകളെയൊക്കെ പിടിക്കുന്നതൊക്കെ കാണുന്നുണ്ട്. നല്ല കാര്യം, തെറ്റ് ചെയ്തതാണെങ്കിൽ പിടിച്ചേ പറ്റൂ. അപ്പം അങ്ങനെയൊക്കെ കുറച്ച് ആക്റ്റീവായിട്ട് നിൽക്കുന്ന സമയം കൂടിയാണ്. ആ സമയത്തൊക്കെ സ്ത്രീകൾക്ക് ഇങ്ങനെ അയക്കാനും നമ്മൾ പ്രതികരിക്കൂല എന്ന് ഇവർ വിചാരിച്ചിട്ടാണോ ഇങ്ങനെ ചെയ്യുന്നത്? ആണോ? അല്ല, നമ്മൾ പ്രതികരിച്ചാലും പണം ഇറക്കി രാഷ്ട്രീയ സ്വാധീനം വെച്ച് ഭീഷണിപ്പെടുത്തി ഇത് എന്ന ധാരണ കൊണ്ടാണോ ഈ സ്ത്രീകളെ നേരെ ഇങ്ങനെ കയറുന്നത്? തിളച്ച വെള്ളത്തിൽ ഉപ്പും മുളക് പൊടി ഇട്ട് വെക്കും, വിളിച്ച് വരുത്തി ഒഴിച്ചു തരും. അതുകൊണ്ട് അറിഞ്ഞിട്ട് കണ്ടിട്ടൊക്കെ മെസ്സേജ് അയക്കാനും റൂം എടുക്കാനൊക്കെ പറഞ്ഞാൽ മതി. വെള്ളമടിച്ച് വണ്ടി തൂറി നടക്കുന്ന വണ്ടി തൂറി നടക്കുന്ന നാറുകൾ, രാത്രി വെള്ളമടിച്ചിട്ട് വീട്ടിൽ ബെഡ്റൂമിൽ തൂറി പിറങ്ങി കിടക്കുന്ന ആൾക്കാർ, വണ്ടി അടിച്ചിട്ട് വെള്ളം അടിച്ചിട്ട് പല വായനശാലയിലും തൂറിപ്പിറങ്ങി കിടക്കുന്ന ആൾക്കാർ. നമ്മളൊന്നും വെള്ളം അടിച്ചിട്ടൊന്നുമല്ല കിടന്നുറങ്ങുന്നത്. നമ്മളൊക്കെ നല്ലോണം സാധാരണ പോലെ മാന്യമായിട്ട് അധ്വാനിച്ച് ജീവിച്ച് നമ്മളെ കാര്യം നോക്കി നല്ല വെള്ളമൊന്നും അടിക്കാതെ തന്നെ ഉറങ്ങുന്ന ടീമാണ്. നിങ്ങളെ വെള്ളമടിച്ച് ഉടുത്ത തുണിയിൽ തൂറി മൂത്രയിച്ച് വേറെ പെണ്ണുങ്ങളെയും വിളിച്ച് നടക്കുന്നതല്ല നമ്മളെ തൊഴിൽ. നമ്മൾ നാളെ എന്ത് ചെയ്യണം, ലോൺ എങ്ങനെ അടക്കണം, ചിട്ടി എങ്ങനെ വെക്കണം, മക്കളുടെ ഫീസ് എങ്ങനെ അടക്കണം, അങ്ങനെ ഓരോ സ്ത്രീകളും ഓരോ ദിവസവും ഉറങ്ങുന്നുണ്ടാവുക. അല്ലാണ്ട് നിന്നെപ്പോലെ ഏത് പെണ്ണുങ്ങളെ തോണ്ടണം, ഏത് പെണ്ണുങ്ങൾക്ക് മെസ്സേജ് അയക്കണം, ഏത് പെണ്ണിനെ ലവ് സോങ് അയക്കണം, ഏത് പെണ്ണിനെ റൂം എടുക്കാൻ വിളിക്കണം, ചേറ്റകളെ. അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ കുറച്ച് 10 പവനും എൻ്റെ ചത്ത കിളവി തള്ളേൻ്റെ സ്വർണവും കുറച്ച് പൈസയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞയക്കുന്ന ബ്രോക്കർ പണി. അവനൊക്കെ ഉറക്കത്തിലും ഇതാണെന്ന് തോന്നും ധാരണ. ഉളുപ്പ് വേണ്ടേ? അരി ആഹാരം കഴിക്കുന്ന എന്തെങ്കിലും ഒരു ഉളുപ്പ്. പരനാറികൾ. അയ്യോ, അറപ്പ് വെറുപ്പ്. പബ്ലിക്കായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ചെരുപ്പ് ഊരി കൊടുക്കണം, ചെരുപ്പിൻ്റെ പിറകിൽ ആണി അടിച്ചിട്ട് കൊടുക്കണം. ഇങ്ങനെ എത്ര സ്ത്രീകൾ വോയിസ് അയച്ചു തരുന്നുണ്ടെന്നറിയോ? വീട്ടിലൊന്ന്, നാട്ടിൽ 12 എണ്ണം വേറെ. ഒരുത്തനോട് ഞാൻ ചോദിച്ചു, നിൻ്റെ വീട്ടിൽ നല്ലത് ഉണ്ടല്ലോ എന്ന്. ഇതൊരു രസമല്ലേന്ന്, അടിച്ച് പെറിക്കണം പല്ലു.
പല്ല് പറിക്കണം. ഡാഷ് മക്കളെ പല്ല് പറിക്കണം. തിളച്ച വെള്ളത്തിൽ പറങ്കി പൊടി ഇട്ടിട്ട് എപ്പോഴും ഒഴിഞ്ഞ അടുപ്പിൽ നമ്മൾ കുടിക്കാൻ വെള്ളം വെക്കുന്ന പോലെ മുളക് പൊടി ഇട്ട് വെക്കണം, നല്ല എരിവുള്ളത്. എടുത്തങ്ങ് ഒഴിക്കണം. ഇതുപോലൊക്കെ അനുഭവമില്ല സ്ത്രീകളുണ്ടെങ്കിൽ പറയണേ. നിങ്ങൾ വോയിസ് അയച്ചു തന്നോ, ഞാനിങ്ങനെ പരസ്യമായിട്ട് ഇടാം. പഠിക്കട്ടെ. നിങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങൾ പറയണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം നിർബന്ധമായിട്ട്. കാരണം എനിക്ക് ഈ യൂട്യൂബിൽ നിന്ന് 1 രൂപ വരുമാനമില്ല. ഇങ്ങനെയുള്ള സ്ത്രീകളെ പ്രശ്നം പറയാനും കേൾക്കാനും മാത്രം ഉപയോഗിക്കുന്നതാണ്, അല്ലാതെ മറ്റ് വേറെ ഉദ്ദേശങ്ങളൊന്നുമില്ല. പ്രതിഷേധിക്കാൻ